പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് നാളെ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. ചർച്ചകൾ പലതും നടക്കുന്നുണ്ട്. എടാ, ഞാൻ ഇനി വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ NDA സഖ്യം പരാജയമാണെന്നും ഇന്ത്യ മുന്നണി വലിയ വിജയമാണെന്നും എങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, സുനിൽകുമാർ രണ്ടാം സ്ഥാനവും മുരളീധരൻ 3ാം സ്ഥാനം. ഇപ്പോൾ മുരളീധരൻ മാത്രമാണ് അവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചു, സുനിൽകുമാർ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മുരളീധരൻ എത്ര വോട്ട് കിട്ടും, BJP എത്ര വോട്ടിന് തോൽക്കും? ഈ ഒരു മാതൃകയിലാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം മത്സരിച്ചിരിക്കുന്നത്. കാരണം 2-3 പ്രമുഖ പാർട്ടികൾ ചേർന്ന് ഒരു സ്ഥാനാർത്ഥി നടത്തി സപ്പോർട്ട് കൊടുക്കും. അപ്പം അവർക്ക് 3 പേരും കിട്ടേണ്ട വോട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടി NDA സഖ്യത്തിലുള്ള സ്ഥാനാർത്ഥി തോൽപ്പിക്കുന്നത്. പിന്നെ 4 സൗ പാർ, ഇതൊക്കെ മോദിജിയുടെ ഒരു ടെക്നിക്ക് മാത്രമായിരുന്നു. മോദിജിക്കും അറിയാം ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. 4 സൗ പാർ എന്ന് പറയുന്നത് തന്നെ എതിരാളിയുടെ മാനസിക നിലയെ തകർക്കുവാൻ വേണ്ടിയുള്ള മോദിയുടെ ഒരു ഐഡിയ ആയിരുന്നു. അങ്ങനെയാണ് ഇത്രയെങ്കിലും സീറ്റ് NDA സഖ്യം നേടിയത്. ഇതൊക്കെ തലയ്ക്ക് ആള് താമസമുള്ളിടത്ത് പറഞ്ഞിട്ടേ കാര്യം.